ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഇതൊരു കോട്ടയം സ്റ്റൈലിലുള്ള ഒരു എരിശ്ശേരി റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സദ്യ സ്പെഷ്യലാണ്. നമ്മൾ ഓണക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു എരിശ്ശേരി റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. കുത്തിരിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റായിട്ടുള്ള നല്ലൊരു എരിശ്ശേരി റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ചേരുവകളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ലൊരു ചേനയാണ് ആവശ്യം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചേന എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മത്തങ്ങയാണ്. നല്ല വിളഞ്ഞ മത്തങ്ങ, അതും 1 കിലോ എടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടത് വൻപയറാണ്. വൻപയർ 1 ബൗൾ വൻപയർ എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ്. തേങ്ങ, ഒരു വലിയ മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളി ആവശ്യമുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് കടുക്, കുറച്ച് ജീരകം, കുറച്ച് ചുവന്ന മുളക്, അതുപോലെ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ചേന നല്ലതുപോലെ തൊലി ചെത്തി വൃത്തിയാക്കിയെടുക്കണം. തൊലി നല്ലതുപോലെ ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്ത് നമുക്ക് കഷ്ണങ്ങളാക്കിയെടുക്കണം. ഇതുപോലെ മുറിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഇതുപോലെയുള്ള ചതുരത്തിലുള്ള കഷ്ണങ്ങളാക്കി മാറ്റാം. കുറച്ച് വലുപ്പത്തിലാണ് നമുക്ക് വേണ്ടത്. നല്ല വേകുന്ന ചേനയും നല്ല മത്തങ്ങയും വേണം ഇതിന് ഉപയോഗിക്കാൻ. അപ്പോൾ ചേനയെല്ലാം നമ്മൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തു. ഇനി മത്തങ്ങായി നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം മുറിച്ചെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം തൊലി ചെത്തിക്കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. തൊലി ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും മത്തങ്ങയും അതുപോലെ തന്നെ കഷ്ണങ്ങളാക്കി എടുക്കാം. മുഴുത്ത കഷ്ണങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. മത്തങ്ങ മുഴുവനും ഇതുപോലെ കണ്ടിച്ചെടുത്തു. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ആദ്യം ചേനയൊന്ന് ഇട്ട് കൊടുക്കാം. ചേനയൊന്ന് ചെറുതായിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് ചേനയൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ചു കൊടുത്തു. ചേനയൊന്ന് വേകട്ടെ. നമ്മളൊരു മിക്സിയുടെ ജാറെടുത്തു. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. നമ്മളെടുത്ത് വെച്ച തേങ്ങയാണ്. തേങ്ങ ഇട്ട് കൊടുത്തു. ഇനിയും അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ അരച്ചെടുക്കുക. ഒരുപാട് അരച്ച് കളയരുത്. ഇതുപോലെ തരിയായിട്ട് വേണം ഇരിക്കാൻ. ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ചേന വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മത്തങ്ങ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വൻപയർ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി, നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഉപ്പ് നമ്മൾ ആവശ്യത്തിന്. ആദ്യം ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നീട് ഉപ്പ് നോക്കണം. ഇനി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. കാരണം ചേന നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുന്നു.
അതിനുശേഷം കുക്കർ അടച്ചു കൊടുക്കാം. ഇനിയും ഇത് ഒന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ. അപ്പോൾ മത്തങ്ങയും ചേനയും പയറും ഒക്കെ നല്ലതുപോലെ വീണ്ടും നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മളുടെ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരുപാട് അരഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തേങ്ങ ഒന്ന് മിക്സായി വരണം. നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. ഇത് കോട്ടയത്ത് ഉണ്ടാക്കുന്ന ഒരു എരിശ്ശേരിയാണ്. നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തതിന് കൂടെ ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം ഒരു തവ വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരേപോലെ തന്നെ എല്ലായിടത്തും ചൂട് കിട്ടണം. അപ്പോൾ മാത്രമേ തേങ്ങ നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മതി. എണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമേ നല്ലതായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഫ്രൈ ആയി വരണം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുറച്ചൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരുപോലെ ചൂട് ചെന്ന് ഒരുപോലെ ഫ്രൈ ആയി കിട്ടണം. ഒരിക്കലും തേങ്ങ ഇട്ടിട്ട് നമ്മൾ പോകരുത്. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൈ വിടാതെ ഇളക്കി കൊടുക്കുക. കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ മൂത്ത് വരുന്നതിൻ്റെ ഒരു തെളിവാണിത്. എണ്ണ തെളിഞ്ഞു വരുന്നത് കുറച്ചുകൂടെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ കുറച്ച് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഈ വറുത്ത തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കുക. നമ്മൾ അരച്ച് കൊടുത്ത തേങ്ങയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ വറുത്ത തേങ്ങയുടെയും എല്ലാം നല്ലതുപോലെ ഇതിലേക്ക് ഇറങ്ങണം. അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങി വരും. നല്ലൊരു മണമുണ്ടാവും. അപ്പോൾ നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കണം. ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വറവാണ് ആവശ്യം. തേങ്ങ വറുത്താതെ തവയിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ഉള്ളി അരിഞ്ഞതും കൂടെ കുറച്ചിട്ട് കൊടുത്തു. നമ്മുടെ വറ്റൽമുളക് അതുകൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം വറവ്. അപ്പോൾ നമ്മളുടെ എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓണത്തിൻ്റെ സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. കുത്തിരി ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക.